ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11-12 വേദഭാഗങ്ങൾ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ദൈവവചനത്തിനകത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ആ സംഭവത്തിൻ്റെ പിറകിലുള്ള ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ ആ വിഷയത്തിനൊരു ഗൗരവമുണ്ടാകും, ഒരു സീരിയസ്നെസ് ഉണ്ടാകും. സംഭവം ഇതാണ്. 6-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവർ വിതയ്ക്കുന്നു. അതിൻ്റെ 2 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജഡ്ജസ് ചാപ്റ്റർ 6:2 മിദ്യാന്യർ ഇസ്രായേലിന്റെ മേൽ ആധിക്യം പ്രാപിച്ചു. 3-ാം വാക്യത്തിൽ പറയുന്നു ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമോലിയരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. 4-ാം വാക്യം പറയുന്നു അവൻ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ്സ വരെ നാട്ടി വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. ഇതായിരുന്നു അവിടുത്തെ സാഹചര്യം. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന ദൈവജനം അവർ അനുഭവിച്ചതായ ഒരു പ്രശ്നമാണ് ജഡ്ജസ് ചാപ്റ്റർ 6-ലും 7-ലും ഒക്കെ നിങ്ങൾ വായിക്കുന്നത്. എന്തായിരുന്നു അവരനുഭവിച്ച പ്രോബ്ലം? ഇസ്രായേൽ ജനം വിതയ്ക്കും, അത് വളർന്ന് പക്വമായി പരുവമായി ഫലമെടുക്കുന്ന സമയമായി വരുമ്പോൾ മിദ്യാനിരെന്ന ശക്തി, ഒരു കൂട്ടം വിഭാഗം ആ വിള മുഴുവൻ നശിപ്പിച്ചിട്ട് മുഴുവൻ അവർ കൊണ്ടുപോകും. ആടോ മാടോ കഴുതയോ യാതൊന്നും അവർ ശേഷിപ്പിക്കത്തില്ല, മൊത്തം നശിപ്പിച്ച് കളയും. ഇനി ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഇസ്ര മീൻ കൃഷി, the plantation. El mean God, Almighty God. El Shaddai, സർവശക്തനായ ദൈവം. എൽ എന്ന പദം എവിടെ വരുന്നുവോ അവിടെയെല്ലാം ഓൾമൈറ്റി ഗാഡ് എന്നാണ് അർത്ഥം. എൽ ഷഡായ്, എൽ എലോഹീം, എൽ ഷഡായ്. അപ്പോൾ ഏൽ എന്ന വാക്കിൻ്റെ അർത്ഥം സർവശക്തനായ ദൈവം എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിൻ്റെ വിളഭൂമി, കൃഷിഭൂമി, അല്ലെങ്കിൽ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ പ്ലാന്റേഷൻ. ദാറ്റ് ഈസ് ഇസ്രായേൽ. ഹല്ലേലൂയ. ആ സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ ജനം അനുഭവിക്കേണ്ട നന്മകളെ ശത്രുക്കൾ വന്ന് ഇല്ലാതാക്കുകയാണ്. അവർ അനുഭവിക്കേണ്ട നന്മകളെ നശിപ്പിക്കുകയാണ്. എന്നാൽ ഇങ്ങനൊരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ, തൻ്റെ ജനത്തെ സേവ് ചെയ്യുവാൻ, അവരുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ ദൈവം ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഇന്ന് പകലിൽ ഈ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സഹോദരങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായൊരു സത്യമുണ്ട്. എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരാണ്. വ്യത്യസ്തമായ കുടുംബത്തിൽ ജനിച്ച നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്തമായ സ്വഭാവമുള്ള നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ശരിയായിരിക്കാം. എന്നാൽ ഒരു സത്യം ഇന്ന് പകൽ തിരിച്ചറിയണം. എത്ര വലിയ പ്രോബ്ലത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതായ ഒരു സീരിയസ് ഇഷ്യൂ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമ്മൾ ഈ വലുതായിട്ട് കാണുന്ന സകലത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. ഇന്ന് പകലിൽ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പക്കൽ അതിൻ്റെ പരിഹാരമുണ്ട്.
ദൈവത്തിൻ്റെ കയ്യിൽ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു സംഭവം വേദപുസ്തകത്തിനകത്ത് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ റീഡ് ചെയ്യണം വീട്ടിൽ പോയി. 5-ാം അധ്യായം റീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് 3 ഇൻസിഡൻസുകൾ, 3 സംഭവങ്ങൾ കാണാം. ഒന്നാമത്തെ സംഭവം എന്നാണെന്നറിയാമോ? ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു ഭൂതഗ്രസ്തനാണ്. ഒരു ഭൂതഗ്രസ്തൻ, അവൻ്റെ പ്രശ്നം 6000 ഡീമൺസ് അവൻ്റെ ശരീരത്തിലുണ്ട്. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ പുള്ളി ചെങ്ങല പൊട്ടിച്ച് കളയും. സെല്ലിനകത്ത് അടച്ച പുള്ളി സെല്ല് പൊളിച്ച് പുറത്തു വരും. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല, ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സമൂഹത്തിനോ നാട്ടുകാർക്കോ ഒന്നും അവനെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അത്ര ശക്തനായ, ഭ്രാന്തനായി, മാനസിക അസ്വസ്ഥതയുള്ളവനായി 6000 ഭൂതശക്തികളുടെ പിന്തുണയിൽ നടക്കുന്നവനായിരുന്നു അവൻ. ആ സംഭവം കഴിഞ്ഞ് മർക്കോസ് 5-ൽ ആ സംഭവം കഴിഞ്ഞ് തൊട്ട് താഴെ കാണുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത് 12 വർഷം മുതൽ മുഴുവൻ വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്ത് എല്ലാ ഫിസിഷ്യൻസിനെയും കണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങി വീടും പറമ്പും വിറ്റ് ചികിത്സിച്ച ഒരു സഹോദരി. അവളുടെ കേസിൽ എന്നെ ഞെട്ടിച്ചത് അവിടെ എഴുതിയിരിക്കുന്നു, മുതൽ വിറ്റ് അവൾ ചികിത്സിച്ചിട്ടും അവൾക്ക് ഒട്ടും ഭേദം വരാതെ ഏറ്റവും ഭയപരവശയായി തീർന്ന സ്ത്രീ. വാസ്തവത്തിൽ മെഡിക്കൽ സയൻസ് ഈസ് സോ അഡ്വാൻസ്. നിങ്ങളൊരു തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചാൽ തലവേദന കുറയില്ലേ? ബി പിക്ക് മരുന്ന് കഴിച്ചാൽ ബി പി കുറയും. ഷുഗറിൻ്റെ പ്രോബ്ലം ഉള്ളവർ മെഡിസിൻ എടുത്താൽ ഷുഗർ ഡൗൺ ആവും. അപ്പം മരുന്ന് കഴിച്ചാൽ ഉറപ്പായിട്ടും ആ കഴിച്ച മരുന്ന് എഫക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പക്ഷെ ഇവളുടെ കേസിൽ 12 വർഷം വീടും പറമ്പ് എഴുതി വിറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവൾക്കൊട്ടും ഭേദം വന്നില്ല. ഏറ്റവും പരവശയായി തീർന്നു. അവളുടെ വിഷയം കൂടുതൽ മൂർച്ഛിച്ചതേ ഉള്ളൂ. അതിനകത്ത് നന്മയുണ്ടായില്ല. മൂന്നാമത്തെ കേസ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ പൈതൽ, ആ കൊച്ചു സുഖമില്ലാതെ കിടന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, യായിറോസ് വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ കുഞ്ഞ് മരിപ്പാറായി കിടക്കുന്നു, എൻ്റെ വീട് വരെ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യപ്പെടുത്തണം. ഈ സമയത്ത് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് യായിറോസിനോട് പറയുകയാണ്, യായിറോസ്, ഇനി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, നിന്റെ കൊച്ച് മരിച്ചുപോയി. ഇതാണ് മർക്കോസ് സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ കാണുന്ന 3 സംഭവം. ഒന്നാമത്തെ സംഭവം എന്നാ? ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്ന, സെല്ലിനകത്ത് അടച്ചാൽ സെല്ല് പൊളിക്കുന്ന, നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഭൂതഗ്രസ്തൻ. രണ്ടാമത്തെ സംഭവം എന്നാ 5-ാം അധ്യായത്തിൽ കാണുന്നത്? വീടും പറമ്പ് എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും അല്പം പോലും സൗഖ്യം കിട്ടാത്ത ഒരു സ്ത്രീ. മൂന്നാമത്തെ സംഭവം എന്നാ? ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത മരിച്ചുപോയ ഒരു കുട്ടി. ഈ 3 കേസും ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കേസാ. പക്ഷെ 5-ാം അധ്യായം വായിച്ചു നോക്കിയേ, ഇത് 3ഉം യേശു ഹാൻഡിൽ ചെയ്തു. ഈ 3 കേസും കർത്താവ് പരിഹരിച്ചു. ഭൂതഗ്രസ്തൻ സുവിശേഷകനായി, രക്തസ്രവക്കാരി സാക്ഷിയായി, മരിച്ച കുച്ച ഉയർക്കുവാനിടയായി. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിനക്ക് അസാധ്യമായതിനെ ഇന്ന് പകൽ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ആമേൻ. The same way, ഇസ്രായേൽ ജനം അവർക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതായ ഒരു പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു. ഒന്ന് ഓർക്കുക, നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത സാഹചര്യം. നമ്മൾ വിതച്ച് വെള്ളമൊഴിച്ച് വളർത്തി പക്വമായി വരുമ്പോൾ ശത്രു അതിനെ വന്ന് തട്ടിക്കൊണ്ടുപോവാണ്. ഇത് കൃഷിയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും. കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ, ഒരപ്പൻ്റെയും അമ്മയുടെയും ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് മക്കളിലാണ്. കുഞ്ഞുങ്ങൾ വളർന്ന് പഠിച്ച് പക്വമായി പ്രായമായി അവർ സ്വന്തം കാലിൽ നിന്ന് അവരുടെ ജീവിതം നയിക്കുവാൻ തുടങ്ങുന്ന സാഹചര്യങ്ങളുടെ മധ്യേ എത്രയോ കുഞ്ഞുങ്ങളെ, എത്രയോ മക്കളെ, എത്രയോ പെൺമക്കളെ, എത്രയോ ആൺമക്കളെയാണ് ശത്രു തട്ടിക്കൊണ്ടുപോയി ഡ്രഗ്സിനും മദ്യത്തിനും തിന്മയ്ക്കും ഒക്കെ അടിമയാക്കി ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കാൻ പറ്റാതെ ആ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുന്നത്. സാമ്പത്തികമായ കാര്യം, ഒരു ബിസിനസ് തുടങ്ങുന്നു, ആ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നു. പക്ഷേ കുറെ നാൾ കഴിയുമ്പോൾ അതൊന്ന് പച്ച പിടിച്ച് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു.
ശുശ്രൂഷ മേഖലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും വളരെ ഉത്സാഹത്തോടെ വളരെ ആവേശത്തോടെ ചുവടുകൾ വയ്ക്കുമ്പോൾ ശത്രു ആരെയെങ്കിലുമൊക്കെ കയ്യിലെടുത്ത് പിശാച് ആരെയെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ ഡിസ്കറേജ് ചെയ്ത് കളയുന്നു. ഇങ്ങനെ നാം അനുഭവിക്കേണ്ട സന്തോഷം, നാം അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ, നാം അനുഭവിക്കേണ്ട വിടുതലുകൾ നമ്മളിലേക്ക് വന്ന് എത്തിച്ചേരുന്നതിന് മുൻപ് വഴിത്തലയ്ക്കൽ തടയുന്ന ചിലതിനെ ഇന്ന് പകൽ കർത്താവ് കൈകാര്യം ചെയ്യും. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മിഥ്യാനിയർ ഇസ്രായേൽ ജനത്തിന്റെ മുകളിൽ ആധിക്യം പ്രാപിച്ച്, നാലാമത്തെ പദം എന്ന് പറയുന്നത് ചിന്തിപ്പിക്കുന്ന ഒന്നും ശേഷിപ്പിക്കത്തില്ല, ഒന്നും ശേഷിപ്പിക്കത്തില്ല. ജീവിതത്തിൽ ഒരു സമാധാനത്തിനു വേണ്ടി സന്തോഷം, എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് മേഖലയിലോട്ട് നോക്കിയാലും ടെൻഷനാക്കുന്ന വിഷമിപ്പിക്കുന്ന സാഹചര്യം അല്ലാതെ വേറെ ഒന്നും കാണാനില്ലാത്ത രീതിയിൽ തൂത്തുവാരി എടുത്തോണ്ട് പോകുന്ന അവസ്ഥ. എന്നാൽ ശത്രു ഇതെല്ലാം ദൈവമക്കൾ അനുഭവിക്കേണ്ടത്, തൻ്റെ ജനം അനുഭവിക്കേണ്ടത് ഓരോന്നോരോന്ന് എടുത്തോണ്ട് പോകുമ്പോൾ ഇസ്രായേൽ ജനം നിസ്സഹായതയോടെ കൈയും കെട്ടി നിന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാമോ, മുകളിലുള്ള ഉടയവൻ സ്വർഗത്തിലെ ദൈവം ഈ കാഴ്ച കാണുകയാണ്, ഈ കാഴ്ച കാണുകയാണ്. ദൈവം എന്നാ ചെയ്തെന്നറിയോ? ഇവിടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കുന്നത്. ദൈവം ഒരു പ്രോബ്ലം, നിങ്ങൾക്കറിയാമോ, ദൈവം മോളിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുന്ന മിഥ്യാന്യരെ ഒന്ന് നോക്കിയാൽ മതി, ഇവന്മാരെല്ലാം കത്തിപ്പോവും. ഒരു സംശയം വേണ്ട, പോകത്തില്ലേ? ഒരിക്കൽ ദൈവം ഒരു ഡിസിഷൻ എടുത്തു. ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പെല്ലാം കൂടെ കേട്ടിട്ട് ദൈവത്തിന് സഹിക്കാൻ പറ്റിയില്ല. ദൈവം മോശയോട് പറഞ്ഞു, മോശ ഞാൻ എല്ലാവരെയും കത്തിച്ചു കളയാൻ പോടാന്ന് പറഞ്ഞു. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി തമ്പുരാന്റെ പാദത്തിൽ ഇടിവിൽ നിന്ന് കരഞ്ഞു, ദൈവമേ നിന്റെ ന്യായവിധി അവരുടെ മേൽ വരരുത്, ഇറങ്ങി തിരിച്ചിട്ട് വഴി വെച്ച് പട്ടുപോയി എന്ന് ശത്രു പറയാൻ ഇടവരരുത്. മോശ ഇടിവിൽ നിന്ന് കരഞ്ഞു, അല്ലെങ്കിൽ ദൈവം എല്ലാത്തിനെയും തീർത്തു കളഞ്ഞേനെ. പ്രൈസ് ഗോഡ്. വിശുദ്ധ ബൈബിളിൽ പഠിക്കുമ്പോൾ ശിഷ്യന്മാരൊരു കാര്യം കർത്താവിനോട് പറഞ്ഞു. ശമര്യരെ കണ്ടപ്പോൾ കർത്താവെ തീ ഇറക്കി ശമര്യരെ എന്നാ ചെയ്യാം? തീർത്ത് കളഞ്ഞ. കാരണം ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ആമേൻ. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുന്ന മിഥ്യാന്യരെ, അവരുടെ നന്മകളെ എടുത്തു കളയുന്ന വിഷയത്തെ കൈകാര്യം ചെയ്യാനും അവർക്ക് പരിഹാരം കൊടുക്കാനും ഡയറക്ട്ലി ദൈവത്തിന് പറ്റും. പക്ഷേ ഒരു വിഷയത്തിന്റെ സൊല്യൂഷൻ ദൈവം എങ്ങനെയാ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു വിഷയത്തിന്റെ സൊല്യൂഷൻ ദൈവം എപ്പോഴും ഈ ഭൂമിയിൽ ആക്ടിവേറ്റ് ചെയ്യുവാൻ, കൊണ്ടുവരുവാൻ താൻ ഉപയോഗിക്കുന്നത് തൻ്റെ പ്രതിനിധികളെയാണ്. മക്കളെ, ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരും കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാവരും ഈ ഒരു വെളിപ്പാടെന്ന് അകത്തേറ്റെടുത്തോണം. നിങ്ങൾ ഡിസ്കറേജ് ആയിപ്പോയാൽ നിങ്ങൾ താഴോട്ട് പിന്നെ നിങ്ങൾ പൊങ്ങി വരാൻ ഭയങ്കര പാടാണ്. മനസ്സ് മടിച്ചു പോയാൽ മടുത്ത് താഴെ പോകും, പിന്നെ കയറി വരിക വലിയ പാടാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ചവിട്ടുപടികളായി കാണാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ സക്സസ് ആവും. പറ്റല്ലേ? യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും അവൻ കഴുകനെ പോലെ. കഴുകൻ എങ്ങനെ ചിറകടിച്ച് ഉയരുന്നെന്ന് പഠിക്കണം. നല്ല ഷാർപ്പായിട്ടുള്ള ഈ മുള്ളും കമ്പുകളുമൊക്കെയാണ് കഴുകൻ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിനകത്താണ് അത് മുട്ടയിട്ട് അടയിരിക്കുന്നത്. ഈ കൊച്ചുങ്ങൾ ജനിച്ചു കിടന്ന് എഴയുന്നത് തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള പ്രതലത്തിലാണ്. ഒന്ന് ഉയരത്തിലുള്ള പാറപ്പുറമായിരിക്കും അത് തിരഞ്ഞെടുക്കുന്നത്, വലിയ മൗണ്ടൻസ് ആയിരിക്കും. രണ്ട്, അതിനകത്ത് കൊണ്ട് കൂട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പായിരിക്കും, ഭയങ്കര ഷാർപ്പായിട്ടുള്ള സാധനമായിരിക്കും. ആ ഷാർപ്പായിട്ടുള്ള മെറ്റീരിയലിനകത്താണ്, അല്ലാതെ നമ്മുടെ പിള്ളേർക്ക് വെച്ച് കൊടുക്കുന്ന ടവലൊന്നും അല്ല.
അതിനകത്താണ് ഈ കഴുകൻ വിരിഞ്ഞിറങ്ങുന്നത് തന്നെ. ആമേൻ. എന്നിട്ട് നിങ്ങൾക്കറിയാമോ, ഈ പറന്നുയരുന്നതിനേക്കാളും ചിറകടിച്ചിങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനുമാണ് കാറ്റിന്റെ മുൻപിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. മനസ്സിലായില്ലല്ലേ? ഈ പടപടപടപടാന്ന് കയറിപ്പോകാൻ എളുപ്പമാണ്, പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞ് മേക്കാറ്റ് പിടിച്ച് ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഈ ചിറക് വിടർത്തി നിർത്തി ആ അടിക്കുന്ന കാറ്റിനെതിരെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് ഏറ്റവും സ്ട്രെയിൻ ഉള്ളത്. ഹല്ലേലൂയ. അതിന് ഈ കഴുകൻ എന്നാ ചെയ്യുന്നതെന്നറിയാവോ? ഈ കൊച്ചിനെ ഒന്നേ തുടക്കത്തിൽ തന്നെ ഷാർപ്പായിട്ടുള്ളതിനകത്ത് കയറ്റി വിടും, 2 കൊത്തിയെടുത്ത് പൊക്കി മേളിലോട്ട് കൊണ്ടുപോയിട്ട് വിടും. കാറ്റിന് മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു, പോത് താഴോട്ട് വരും, വീണ്ടും ചിറകി താങ്ങും, പിന്നെയും പൊങ്ങിക്കൊണ്ട് പോകും, പിന്നെയും താഴോട്ടിടും. ഇങ്ങനെ എതിരെ വരുന്ന കാറ്റ് പറക്കാനല്ല പഠിപ്പിക്കുന്നേ. പറക്കാൻ പഠിപ്പിക്കാനാണെങ്കിൽ തറയിൽ നിന്ന് ഇങ്ങനെ ചിറകടിച്ചങ്ങ് പൊങ്ങിപ്പോയാൽ മതി. മേളിൽ ചെന്നിട്ട് താഴോട്ട് വിടുന്ന രംഗം എന്നാന്ന് വെച്ചാൽ കാറ്റിന്റെ മുമ്പിൽ ചിറക് എങ്ങനെ നിർത്തണമെന്നാ പഠിപ്പിക്കുന്നത്. ഇന്ന് പകലിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഒളിച്ചോടാനല്ല ദൈവം നമ്മളെ വിളിച്ച്, കാറ്റ് കണ്ടോണ്ട് ഒളിക്കാനല്ല, അതിന്റെ മുകളിൽ ബാലൻസ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത് എങ്ങനെയാ? യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചു കയറും. എല്ലാ കാര്യം അങ്ങനെ കുഞ്ഞുങ്ങളെ, എല്ലാം തുടങ്ങാൻ എളുപ്പം, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ്. 2 നിലയ്ക്ക് ഭയങ്കര ഒരു വീട് വേണേ മേടിച്ചിടാൻ, കെട്ടിയിടാം, പക്ഷെ ആ വീട് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാ പാട്. ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് മേടിക്കാം, മേടിച്ച വണ്ടി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാ പാട്. ഇത് ബാലൻസ് ചെയ്യണം. ചേർന്ന് ആമീൻ പറഞ്ഞേ. എൻ്റെ വിഷയം അതല്ല, ഇതാർക്കോ വേണ്ടിയുള്ള മെസ്സേജാണ്. ചില ഷാർപ്പായിട്ടുള്ള പ്രതലത്തിലൂടെ നിന്നെ വീണ്ടും ജനിപ്പിച്ചിട്ട് കർത്താവ് ഇതിനകത്തിരിക്കുന്ന 90% ആൾക്കാരെയും വീണ്ടും ജനനത്തിൽ കൊണ്ടുവന്നത് ചില ഷാർപ്പായ സിറ്റുവേഷനിലാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ചില ഷാർപ്പായ സിറ്റുവേഷനിലൂടെ നിന്നെ വീണ്ടും ജനിപ്പിച്ച് ആ കൂട്ടിനകത്തു നിന്ന് നിന്നെ പൊക്കി മേളിൽ കൊണ്ടുവന്ന് നിന്നെ മേലോട്ടും താഴോട്ടും ഇടുന്നത് അയ്യോ നിന്നെ പാറപ്പുറത്ത് തീർത്തു കളയാനല്ല, ചില വിഷയങ്ങളിൽ നീ പറന്ന് നിൽക്കാൻ വേണ്ടിയാ. ചില കാറ്റുകളുടെ മുമ്പിൽ നീ പറന്ന് നിൽക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽ ആരോട് പരിശുദ്ധാത്മ പറയുന്നു, ചില കാറ്റുകളുടെ മുമ്പിൽ നീ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പോവാ. ഈ പ്രൊഫസി എത്ര പേര് ഏറ്റെടുക്കും? ചില കാറ്റുകളുടെ മുമ്പിൽ നീ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരെ വരുന്ന ചില ചോദ്യത്തിന്റെ മുൻപിൽ നീ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പോവാ. നിനക്കെതിരെ വരുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ മുൻപിൽ നീ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പോവാ. You never fail because your God never fail. Amen. കർത്താവ് എങ്ങനെയാ സൊല്യൂഷൻ കൊണ്ടുവന്നെന്നറിയാവോ? നിങ്ങൾക്കറിയാം, ദൈവം മേളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ മതി, മിദ്യാന്യരുടെ കാര്യത്തിൽ തീരുമാനമാവും. പക്ഷെ ദൈവം ചെയ്ത സംഭവം ഇറ്റ് വെരി ഡിഫറെന്റ്. ദൈവം അവിടെ അന്വേഷിച്ചു, എൻ്റെ ഒപ്പമുള്ള ഒരാളിനെ എനിക്ക് വേണം, എന്നിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് വേണം, എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളിനെ എനിക്ക് വേണം. എന്തിന്? ഒരു രാജ്യത്തിന്റെ സൊല്യൂഷന്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൂട്ട ജനമല്ല ആക്ച്വലി ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന, ഒരു രാജ്യമാണ്. ഒരു രാജ്യത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. മറ്റേ ചിന്ത അകത്തുനിന്ന് പോകല്ലേ. ഏത് ചിന്തയാ? ദൈവത്തിന് തന്നെത്താൻ അത് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന്റെയും കൂട്ടുപിടിക്കാതെ ദൈവത്തിന് തന്നെത്താൻ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവം അവന്റെ പ്രതിനിധികളെ കൊണ്ടേ ചെയ്യിക്കത്തുള്ളൂ. ഞാൻ കർത്താവിന്റെ പ്രതിനിധിയാന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ചേ.
എത്ര ഇൻസിഡൻസ്, എത്ര സംഭവങ്ങളിലൂടെ തെളിയിക്കണം അത്? എത്ര സംഭവങ്ങളാണ് നിങ്ങൾക്ക് കാണേണ്ടി വേദപുസ്തകത്തിനകത്ത്? ഒരു സംഭവം പറയാം. ആഹാബും ഇസബേൽ എന്നും പറയുന്ന രണ്ട് ഭരണാധികാരികൾ. ആഹാബ് രാജാവും ഇസബേൽ അദ്ദേഹത്തിന്റെ ഭാര്യയും. ഇസബേൽ ആരാണ്? കൊടിയ മന്ത്രവാദിനിയാണ്. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ കൊടിയ മന്ത്രവാദിനിയാണ്. ആഹാബ് എന്ന് പറയുന്ന രാജാവ് ദുഷ്ടനായ ഭരണാധികാരിയാണ്. ഇസബേലിന്റെ ആഹാബിന്റെ പ്രധാന വിനോദം എന്നാണെന്നറിയാം? പ്രധാന ഇഷ്ട വിനോദം യഹോവയുടെ പ്രവാചകന്മാരെ വാളിന് വെട്ടിക്കൊല്ലുക. ഇതാണ് അവരുടെ ഇഷ്ട വിനോദം. അങ്ങനെ നൂറുകണക്കിന് പ്രവാചകന്മാരെ അവർ കൊന്നിരിക്കെ യഹോവയുടെ പല പ്രവാചകന്മാരും ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവരെ പേടിച്ച് കേവ്സിനകത്ത്, ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾ അവിടെ എൻ്റർ ചെയ്തു. തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ്. ആ ഏലിയാവ് ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ഇത്രയും പ്രവാചകന്മാരെ വാളിന് വെട്ടിക്കൊന്ന, നമ്മുടെ ഭാഷ പറഞ്ഞ ചൂണ്ടിയ വിരലിന് വെട്ടിക്കൊല്ലുന്ന മനുഷ്യന്റെ മുൻപിൽ രാജസന്നിധിയിൽ കൊട്ടാരത്തിൽ ചെന്ന് കോടാലി സൈഡിലോട്ട് ചാരി വെച്ചേച്ച് രാജാവിനോട് പറഞ്ഞു, ഏയ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇവിടെ മഞ്ഞും മഴയും പെയ്യേല. ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണ്, നിങ്ങൾക്ക് ബൈബിൾ അറിയാവുന്നവരാണ്, നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരാണ്. നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും പ്രവാചകന്മാരെ കൊന്ന ഈ ദുഷ്ടനായ ഭരണാധികാരിയെ നിലയ്ക്ക് നിർത്താനും മഴമേഘം അടയ്ക്കാനും മഴമേഘം തുറക്കാനും ദൈവത്തിന് അറിയത്തില്ലേ? എന്തു ഈ മഴമേഘം അടയ്ക്കുക, മഴമേഘം തുറക്കാന്ന് വെച്ചാൽ മഴ പെയ്തില്ലേ പിന്നെ കൃഷിയില്ല, കൃഷി ചെയ്തില്ലേ ആഹാരമില്ല, ആഹാരമില്ലെങ്കിൽ രാജ്യത്ത് ആഹാരമില്ലെങ്കിൽ പിന്നെ രാജ്യമില്ല. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കാൻ, അവനെ നിലയ്ക്ക് നിർത്താൻ ദൈവത്തിന് അറിയത്തില്ലേ? പക്ഷെ ദൈവം അതിന് തെരഞ്ഞെടുത്തത് ദൈവത്തെ തന്നല്ല, ഒരു പ്രതിനിധിയാണ്. ഓ ജീസസ്. അവന്റെ പേര് ഏലിയാവെന്നാണ്. നിങ്ങളുടെ നാവ് ദൈവത്തിന്റെ നാവുകളാണ്. നിങ്ങളുടെ കരം കർത്താവിന്റെ കരമാണ്. നിങ്ങളുടെ കാല് അവന്റെ കാലുകളാണ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അതര തുറന്ന് പറയാമോ? ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ. കമോൺ ചർച്ച്. ശാന്തന. ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഞാൻ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഞാൻ ഭൂമിയിൽ അനുവദിക്കുന്നത് സ്വർഗത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കും. ഞാൻ ഭൂമിയിൽ അനുവദിക്കാത്തത് സ്വർഗത്തിൽ അനുവദിക്കപ്പെടത്തില്ല. അതിനെ ബേസ് ചെയ്ത ഒരു സംഭവം, അതിനെ ബേസ് ചെയ്ത ഒരു ഇൻസിഡൻസ് ഈ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാൻ കാണിച്ചു തരാം. 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം എടുക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം എടുക്കണം. അവിടെ സംഭവം കാണാം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശായോട് നിലവിളിച്ചു. എന്തിനാ പുള്ളിക്കാരൻ നിലവിളിക്കുന്നേ? നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നെന്ന് നിനക്കറിയാലോ. ഇപ്പോൾ കടക്കാരൻ വന്ന് എന്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഇതായിരുന്നു ആ വീട്ടിലെ സാഹചര്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വൈഫ് ഓഫ് ദി സൺസ് ഓഫ് ദി പ്രോഫറ്റ് ആൻഡ് ടു എലീഷ. ഏലിയാവിന്റെ കൂടെ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 51. 51 ശിഷ്യന്മാരുണ്ടായിരുന്നു ഏലിയാവിന്. 50 ശിഷ്യന്മാരെ യോർദാന്റെ അക്കരെ നിർത്തി. ഏലീശായോടും പറഞ്ഞു, നീ അവരുടെ കൂട്ടത്തിൽ നിന്നോളാം. പക്ഷെ ഏലീശ പറഞ്ഞു, യജമാനനാണ്, എൻ്റെ ജീവനാണ്, അഭിഷിക്തനെ നിന്നെ വിട്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഏലീശ മാത്രമാണ് ജോർഡാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറിയത്. ആരുടെ കൂടെ? ഏലിയാവിൻ്റെ കൂടെ. 50 പ്രൊഫറ്റ്സ് അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഏലിയാവ് മറുകരയിൽ
ചുഴലിക്കാറ്റിൽ എടുക്കപ്പെടുന്നതും ഏലിയാവിന്റെ പുതപ്പ് എലീഷായുടെ മേളിൽ വീഴുന്നതും. The same way എലീഷായുടെ കൂടെയും ശിഷ്യന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിലെ ഒരു ശുശ്രൂഷകൻ, ഒരു പ്രവാചകൻ, കൂടെ നടന്ന ശുശ്രൂഷകരിൽ ഒരാള് മരിച്ചുപോയി. ആ മരണ വീട്ടിലാണ് ഇപ്പൊ ആര് പോയേക്കുന്നേ? എലീഷ പോയേക്കുന്നേ. ആ വീട്ടിൽ ചെന്നപ്പോ ആ സഹോദരി എലീഷായോട് പറയുകയാണ്, എൻ്റെ ഭർത്താവ്, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നെന്ന് നിനക്കറിയാലോ. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടോ? കടക്കാര് വന്ന് എൻ്റെ 2 മക്കളെയും അടിമകളാക്കാൻ, ജോലി ചെയ്യിപ്പിക്കാൻ, ജോലി ചെയ്യിപ്പിച്ച് വേടിച്ച കാശ് തിരിച്ചു പിടിക്കാൻ, അടിമകളാക്കാൻ വന്നിരിക്കുന്നു. ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് ഞാൻ. 2ാമത്തെ വാക്യത്തിൽ എലീഷ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ലിസൺ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ദൈവം നിനക്ക് വേണ്ടി എന്തു ചെയ്യണോന്നല്ല ചോദിച്ചത്. യഹോവ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണോന്നല്ല ചോദിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്നാന്നറിയോ? ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്. I am the man of God. Come on, come on, come on, come on. ഞാൻ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഞാൻ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നത് സ്ഥാപിക്കപ്പെടും. ഓ, come on. That is an authority. That is an authority. That is a faith. അതാണ് വിശ്വാസം. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? കാരണം ഞാൻ നിന്റെ മേളിൽ ഡിക്ലെയർ ചെയ്യുന്നത്, ഞാൻ നിന്നെ നോക്കി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഇന്ന് പകൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റുമാരെ കുറിച്ചല്ല, ഏതെങ്കിലും വലിയ പാസ്റ്റർമാരെ കുറിച്ചല്ല, ഏതെങ്കിലും വലിയ അഭിഷിക്തന്മാരെ കുറിച്ചല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ ഓരോ മക്കളും you have the authority. You have the authority. Declare yourself. Declare about your children. Come on, bless them and pray. Amen. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അടുത്ത വാക്കൂടെ ശ്രദ്ധിച്ചോണേ. പറക. അയ്യോ, പറഞ്ഞില്ലേ? എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ? അതല്ലേ 1ാമത്തെ വാക്യത്തിൽ ഞാൻ പറഞ്ഞേ. എന്റെ ഭർത്താവ് മരിച്ചുപോയി, യഹോവ ഭക്തനായിരുന്നു, വീട്ടിൽ ഭയങ്കര കടവാണ്, കടക്കാരന്റെ പിള്ളേരെ പിടിച്ചോ. ഞാൻ പറഞ്ഞില്ലേ? ഇനി എന്നാ പറയണ്ടേ? ദിസ് ഈസ് എ റെവലേഷൻ. ഞാൻ പറഞ്ഞില്ലേ? എലീഷ പറഞ്ഞു. ഈ പറക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാന്നറിയോ? നീ ആദ്യം പറഞ്ഞത് നിന്റെ പ്രശ്നമാണ്, പക്ഷെ ഇനി നീ പറയേണ്ടത് നിന്റെ ഫ്യൂച്ചറാണ്. ഇതുവരെ പറഞ്ഞത് നീ കടന്നുപോയ സാഹചര്യമാണ്. ഇനി നീ പറയേണ്ടത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്. ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാകും? ഇതുവരെ നീ പറഞ്ഞത് നിന്റെ പഴയ കാര്യങ്ങളാ, പക്ഷെ ഇനി നീ പറയേണ്ടത് വരാൻ പോകുന്ന. ഓ, അതിനെ തുറന്ന് ആത്മാവിൽ കരമടിച്ച് വേർഡ് 11 and told. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഈ സാഹചര്യത്തിന്റെ നടുവിൽ, ഇസ്രായേൽ ജനത്തിന്റെ വിളകൾ നശിപ്പിക്കുന്ന, ഒന്നും ശേഷിപ്പിക്കാത്ത പ്രതിസന്ധിയുടെ നടുവിൽ, യഹോവയുടെ ഒരു ദൂതൻ യോവേശിന്റെ കരുവേലകത്തിന് കീഴിലിരിക്കുന്ന ഗിദെയോനെ മീറ്റ് ചെയ്യുകയാണ്. 12ാം വാക്യത്തിൽ ദൂതൻ പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അപ്പം പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആരുടെ കയ്യിലാ? ഒന്നുകൂടെ പറയാം. പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ദൈവത്തിന്റെ കയ്യിലാ. ദൈവത്തിന് നിങ്ങളെ ആരെ അതിന് കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൈവത്തിന് എപ്പോഴും കെട്ടാനും അഴിക്കാനും പ്രവർത്തിക്കാനും പണിയാനും ഒരു പ്രതിനിധിയെ വേണം. പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ആരുടെ കൂടെയാണെന്ന് ചോദിച്ചാൽ, യഹോവ ആരുടെ കൂടെ ഉണ്ടോ,
ദൈവം കൂടുള്ള ഒരുത്തനാണ് എല്ലാ വിഷയത്തിൻ്റെയും സൊല്യൂഷൻ. വീട്ടിൽ 5 പേര് കാണും. 4 എണ്ണവും ദൈവത്തെ അറിയാത്തതും ഒരെണ്ണം മാത്രം ദൈവത്തെ അറിയുന്ന ദൈവം കൂടുള്ള വ്യക്തിയായിരിക്കും. മതി. പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലെ 500 കുടുംബവും 500 കുടുംബത്തിൽ 450 കുടുംബവും ദൈവത്തെ അറിയാത്തായിരിക്കും. പക്ഷെ ദൈവത്തെ സേവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ പട്ടണത്തിൻ്റെ കാവൽക്കാരനാ വ്യക്തി. അതാ ഞാൻ അഭിഷിക്തന്മാരോട് പറയുന്നേ, നെവർ ഡിസ്കറേജ്ഡ്, യു ആർ ദ ഡോർ കീപ്പർ. നമ്മൾ വാ തുറന്ന് നിരാശയുടെ വാക്കുകൾ പറയണം. ഇതാണ് പിശാചിൻ്റെ ടാർഗറ്റ്. നമ്മൾ വാ തുറന്ന് നമ്മുടെ വിഷമത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാം പറയണം. ഇതാണ് ശത്രുവിൻ്റെ ടാർഗറ്റ്. പക്ഷെ ഇവിടെ വേറൊരു സംഭവം കൂടെ ഞാൻ തെളിയിക്കാൻ പോകട്ടോ. അങ്ങനെ പറഞ്ഞാലും ദൈവം കണ്ടവനെ ദൈവം കൈവിടില്ല. സ്തോത്രം. ഗിദെയോനെ എന്നാ ദൈവം വിളിച്ചേ? The mighty man of warrior, പരാക്രമശാലി. 13-ാം വാക്യം നോക്കി. ഗിദെയോൻ എന്നാ മറുപടി പറഞ്ഞേ? ഗിദെയോൻ അവനോട്, അയ്യോ, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഓ മൈ ലോഡ് എന്ന പദം. യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നതന്നെ. നിങ്ങളുടെ ചോദ്യമല്ലേ ഇത്? ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാവും, സംഭവമാവും, ഭയങ്കര വിടുതലാവും, സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നടക്കാൻ പോകാത്തോ എല്ലാം സംഭവിക്കാം, ഭയങ്കര സംഭവം. പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത്ര വലിയ നാശനഷ്ടങ്ങളും തകർച്ചകളും പ്രശ്നങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറി വരുന്ന പ്രോബ്ലംസും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുന്നത് എന്താ? യഹോവ നമ്മളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? Where be all his miracles? നിങ്ങൾ പറയുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. മിസ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ പുറപ്പെടുവിച്ച് വെളിയിൽ കൊണ്ടുവന്നപ്പോ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ എനിക്കറിയാം, ഗിദെയോൻ പറയാം, എനിക്കറിയാം ഭയങ്കര മിറക്കിളുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഇസ്രായേലിൽ കനാനിൽ എത്തത്തില്ല. ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ദൈവം കഴിഞ്ഞ നാളുകളിൽ എൻ്റെ അപ്പനപ്പന്മാരുടെ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ദൈവം എൻ്റെ കാലഘട്ടത്തിൽ ഇല്ലേ? 2, ദൈവം കൂടുള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവോ? അടുത്തതാ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞ കേട്ടോ. യഹോവ നമ്മെ ഉപേക്ഷിച്ചു. ദൈവം ഞങ്ങളെ കളഞ്ഞ മട്ട, ദൈവം ഞങ്ങളെ മറന്നതുപോലെയാ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കണേ. ദാറ്റ്സ് എ നോർമൽ തിങ്. എല്ലാവരും ഞങ്ങളെ മറന്നു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ ഞാൻ നോക്കുമ്പോൾ ദൈവം തമ്പുരാനും എന്നെ മറന്നോ? ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യം പുള്ളി പറഞ്ഞപ്പോഴും, എൻ്റെ ഭാഷ പറഞ്ഞ ദൈവത്തെ ചോദ്യം ചെയ്തപ്പോഴും, ദൈവത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അടുത്ത വാക്യത്തിൽ നോക്കി, 14-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ അയ്യോ, പുള്ളിക്ക് യാതൊരു ബലവും ഇല്ല. ബലമുള്ള പുള്ളിയാണോ പറയുന്നത് ദൈവം എന്ത് ചെയ്യുന്നത്? ബലമുള്ള പുള്ളിയാണോ പറയുന്നേ? ശക്തിയുള്ള പുള്ളിയാണോ പറയുന്നത്? മൈറ്റി പവറുള്ള ആളാണോ പറയുന്നേ? പിതാക്കന്മാരുടെ കാലത്തുള്ള അത്ഭുതം എന്ത് ചെയ്യുന്നത്? ബലമുള്ള ആളാണോ പറയുന്നേ നീ ഞങ്ങളെ കളഞ്ഞോ ദൈവമേ എന്ന്? ലിസൺ, 2 things. Number 1, ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനാണ്, അല്ലെങ്കിൽ ദൈവം കൂടുള്ള മനുഷ്യനാണ്. പക്ഷെ അത് ആരറിയുന്നില്ല? ഗിദെയോൻ അറിയുന്നില്ല. ഇതാണ് നമ്മുടെയും പ്രശ്നം. ഗിദെയോൻ അറിയുന്നില്ല. 2, ഇമോഷണലി ആണ് പുള്ളി ദൈവത്തോട് സംസാരിക്കുന്നത്.
രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്, രണ്ട് തരത്തിലുള്ള വർത്തമാനങ്ങളുണ്ട്. ഒന്ന്, ഇമോഷണലി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. വികാരത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് കരയുന്ന കരച്ചിലുകളും പറയുന്ന കാര്യങ്ങളുണ്ട്. ഫെയ്ത്തിനകത്ത് നിന്ന് വളരെ കോൺഫിഡൻസ് ആയിട്ട് വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ പറയുന്ന കാര്യമുണ്ട്. ഗിദെയോൻ ഇമോഷണലിയാ പറഞ്ഞത്, ദൈവമേ നീ കണ്ടില്ലേ എൻ്റെ സാഹചര്യം, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ നടക്കണേനാന്ന് വിഷമത്തി എന്ന് പറഞ്ഞതാ. ദൈവം അതിനെ കാര്യമാക്കി എടുത്തില്ലെന്നേ. ഇന്ന് പകലിൽ എൻ്റെ ദൈവത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏക പ്രത്യേകത അവന് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. He will understand your mind, your heart, your situation, your emotional feels. Come on, put your hand together and praise God. എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും വേദനകളെയും ഇമോഷൻസിനെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ വിഷമിച്ച് പറഞ്ഞാന്ന് കർത്താവിനെ അറിയാം, കർത്താവ് ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എല്ലാവരും. ഞാൻ ഇച്ചിരി വിഷമിച്ച് പറഞ്ഞാന്ന് എൻ്റെ കർത്താവിനറിയാം, കർത്താവ് ക്ഷമിച്ചിട്ടുണ്ട്. ഇനി അതൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ എനിക്ക് നേരെയില്ല. ഗിദെയോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര ഒരു മിറക്കിളായി മാറി. ആൻഡ് ഈ ഒറ്റ മനുഷ്യനായിട്ട് തൻ്റെ ഇടത്തോടെ നിന്ന് മിദ്യാനിരെ, ഈ ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന, നന്മ മുടിച്ചുകൊണ്ടിരുന്ന മുഴുവൻ എണ്ണത്തെയും തുടച്ചു നീക്കി. വേദോസ്തം എടുത്ത് വായിപ്പിക്കാൻ നേരത്തില്ല. പാളയത്തിൽ പാച്ചിൽ ആരംഭിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശത്രുവിൻ്റെ പാളയത്തിൽ പാച്ചിൽ ആരംഭിച്ചു. ഗിദെയോനും ടീമും ഇറങ്ങി വന്നപ്പോൾ, ആ യുദ്ധം ചെയ്തപ്പം ശത്രുപാളയത്തിനകത്ത് എല്ലാ എണ്ണവും 4 വഴിക്കൂടെ സ്ഥലം വിട്ടെന്നാണ്. ഇന്ന് പകലിൽ ഇത് ആരോടോ ഉള്ള ഒരു പ്രൊഫസിയാണ്. ദൈവം കൂടുള്ളവൻ, ദൈവം വിളിച്ചവൻ, പ്രശ്നത്തിന്റെ നടുവിൽ പുറകോട്ട് പോകാതെ അവൻ ഇറങ്ങി നിൽക്കുവാൻ, ഇറങ്ങി നിൽക്കുവാൻ, ഇറങ്ങി നിൽക്കുവാൻ, ഇറങ്ങി നിൽക്കുവാൻ, ഇറങ്ങി നിൽക്കുവാൻ. ചില ശത്രുപാളയത്തിൽ പാച്ചിൽ ആരംഭിക്കുകയാണ് യേശുവിൻ നാമത്തിൽ. I'm going to finish my session this morning, but I want to share you 3 things. I want to close this session, but I want to share you 3 things, very important 3 things. എന്തുകൊണ്ട് ഗിദെയോൻ ഇത്രയും നെഗറ്റീവ് പറഞ്ഞ മനുഷ്യൻ ദൈവത്തോട് സംസാരിച്ചപ്പം ദൈവം പോസിറ്റീവായ കാര്യം പറഞ്ഞു? അല്ലയോ പരാക്രമശാലി എന്ന് ദൈവം വിളിച്ച പുള്ളി പറഞ്ഞു, ഞാനൊരു പരാജിതനാണെന്ന്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നമ്മളെ നോക്കി പറയുന്നതല്ല ദൈവം നമ്മളെ നോക്കി പറയുന്നത്. ഗിദെയോനെ നോക്കി പറഞ്ഞു, ഐ ആം എ ഫെയിലിയർ പേഴ്സൺ, വി ആർ ദ ഫെയിലിയർ വൺ. ദൈവം പറഞ്ഞത്, യു ആർ നോട്ട് എ ഫെയിലിയർ പേഴ്സൺ, യു ആർ ദ മൈറ്റി വാരിയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മൾ നമ്മളെ കാണുന്നതും ദൈവം നമ്മളെ കാണുന്നതും 2 ആംഗിളിലാണ്. നമ്മൾ നോക്കുന്ന ചില ആംഗിളിലല്ല ദൈവം ചിലരെ നോക്കുന്നത്. നമ്മൾ ഒരാളിൽ പല തിന്മകൾ കാണുമ്പം നമ്മൾ കാണാത്ത ഒരുപാട് നന്മകൾ അവരിൽ ദൈവം കാണും. അതുകൊണ്ട് ലോകം നിങ്ങളെ നോക്കി യു ആർ ദ ഫെയിലിയർ പേഴ്സൺ. ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ നീ ഒരു പരാജിതയാണെന്ന്? ഭാര്യ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു പരാജിതനാണെന്ന്? അധ്യാപകർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു പരാജയമാണെന്ന്? കുടുംബക്കാരോ പാസ്റ്റർമാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യു ആർ ദ ഫെയിലിയർ വൺ എന്ന്? പക്ഷെ ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, യു ആർ ദ മൈറ്റി വാരിയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഓക്കേ, എന്തുകൊണ്ട് ഗിദെയോൻ അത്ഭുതമായി അല്ലേ? നമ്പർ 1, ഒന്നാമത്തെ വിഷയം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ദൈവം ഗിദെയോനോട് ഇങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഗിദെയോൻ ദൈവത്തോട് അങ്ങോട്ട് സംസാരിച്ചു. കണ്ടായിരുന്നോ അത്? ഗിദെയോൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ റെസ്പോണ്ട് ചെയ്തു. ലിസൺ, ഇങ്ങോട്ട് ദൈവം സംസാരിച്ചപ്പോൾ ആമേൻ
അങ്ങനെയല്ല, ആമീനെങ്കിലും പറയണം കേട്ടോ. മിണ്ടാതെ നിൽക്കുമല്ലായിരുന്നു. ദൈവം ഇങ്ങോട്ട് സംസാരിച്ച ആ മൂമെന്റിൽ ഗിദെയോന് പറയാനുള്ള കാര്യം അങ്ങോട്ടും പറഞ്ഞു. ഇതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ള കുറേ കാര്യം പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതല്ല പ്രാർത്ഥന. ദൈവത്തിന് ഇങ്ങോട്ടും ചിലത് പറയാനുണ്ട്, അതുകൂടെ കേട്ടിട്ട് പോകുന്നതാ പ്രാർത്ഥന. That is a conversation. Number 1, ഗിദെയോൻ റെസ്പോണ്ട് ചെയ്തു. ദൈവം നമ്മളോട് സംസാരിക്കുമ്പം അത് വചനത്തിലൂടെ ആണെങ്കിലും പ്രാർത്ഥനയിലാണെങ്കിലും കർത്താവ് സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം. ബൈബിൾ തുറന്നു നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ നിങ്ങൾക്കൊരു വാക്യം കിട്ടി. ആ വാക്യം നിങ്ങളുടെ മനസ്സിന് ഭയങ്കര ആശ്വാസമായി. എഴുന്നേറ്റങ്ങ് പോവല്ല ചെയ്യേണ്ടത്, തിരിച്ചു പറഞ്ഞ കർത്താവേ, ഈ വാക്യം ഇപ്പോൾ വായിച്ചപ്പോൾ നീ എന്നോട് സംസാരിച്ചല്ലോ, എനിക്ക് ഭയങ്കര ആശ്വാസമായി കർത്താവേ. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, അടുത്ത വചനം ദൈവം തരും. ദൈവവുമായിട്ടുള്ള ബന്ധം എക്സ്റ്റേണലി ബാഹ്യമായി കാണിക്കുന്ന കുറേ ഭക്തിയുടെ പ്രകടനങ്ങളും പ്രകസനങ്ങളും അല്ല, അതൊരു റിയൽ റിലേഷൻഷിപ്പാണ്. That is a real relationship. ഓക്കെ, ഒന്ന് ഗിദെയോൻ ദൈവത്തോട് പ്രതികരിച്ചു, റെസ്പോണ്ട് ചെയ്തു. 2, ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു. 17-ാമത്തെ വാക്യത്തിൽ ഗിദെയോൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതെന്നുള്ളതിന് എനിക്കൊരടയാളം. അയ്യോ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഭയങ്കര അത്യാവശ്യം കേട്ടോ. ഈ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യം കേട്ടോ. ഒന്നും ദൈവം സംസാരിക്കുന്നതല്ല കേട്ടോ. ഇല്ല, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നെങ്കിലേ, ഇന്നിപ്പോൾ വചനത്തിനകത്തൂടെ കർത്താവ് ഇടപെടുന്നേ, നിങ്ങൾക്ക് അതങ്ങ് കണ്ണും പൂട്ടിയെടുക്കാം. കാരണം ആകാശവും ഭൂമി മാറിയാലും വചനം മാറത്തില്ല. 2, ദൈവമേ, നീ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് അതിനൊരു കൺഫർമേഷൻ തരണം. നമ്പർ 1, ഗിദെയോൻ റെസ്പോണ്ട് ചെയ്തു. 2, ഗിദെയോൻ കൺഫേം ചെയ്തു. 3-ാമത് പുള്ളി എന്നാ ചെയ്തതെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വാക്യം 24, 26, 27 വാക്യങ്ങൾ. ഓക്കെ, നിങ്ങളൊരു പദം അവിടെ കണ്ടോ? യാഗപീഠം പണിതു എന്ന് കണ്ടോ? പറഞ്ഞേ, യാഗപീഠം പണിതു. ഇനി 25-ാമത്തെ വാക്യം നോക്കിയേ. ഓക്കെ, വേറൊരു വാക്യം നിങ്ങളവിടെ കണ്ടോ? ബാലിൻ്റെ ബലിപീഠം ഇടിച്ചെന്ന് കണ്ടോ? കാണുന്നില്ലേ? പണിതെന്ന വാക്യം കണ്ടോ? യാഗപീഠം പണിതു. 25-ാമത്തെ വാക്യത്തിൽ ബാലിൻ്റെ ബലിപീഠം ഇടിച്ചു. ഒടുവിലത്തെ വാക്കിൽ അശേര പ്രതിഷ്ഠയെ വെട്ടി. അപ്പം ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ പ്രതികരിച്ചു. 2-ാമതായിട്ട് അതിനെ ഉറപ്പിച്ചു, കൺഫേം ചെയ്തു. ദൈവം തന്നെയാണ് സംസാരിക്കുന്നതെന്ന് കൺഫേം ചെയ്തു. 3-ാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, പണിയേണ്ടത് പണിതു, പൊളിക്കേണ്ടത് പൊളിച്ചു, ഇടിക്കേണ്ടത് ഇടിച്ചു, വെട്ടേണ്ടത് വെട്ടി, കളയേണ്ടത് കളഞ്ഞു, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചു, പണിയേണ്ടത് പണിതു, ശത്രു ഉയർത്തിക്കെട്ടിയതിനെ പൊളിച്ചു. ബാലിന്റെ ബലിപീഠവും യഹോവയുടെ യാഗപീഠവും ഒന്നിച്ചു പോവില്ല. അശേര പ്രതിഷ്ഠയും യഹോവയുടെ യാഗപീഠവും ഒന്നിച്ചു പോകില്ല. ദുഷ്ടന്റെ പ്രവർത്തികളെ, ശത്രുവിന്റെ പദ്ധതികളെ കംപ്ലീറ്റ് പൊളിച്ചിട്ട് ക്രമീകരിക്കേണ്ടത് മുഴുവൻ ക്രമീകരിച്ചൊരു പണി അങ്ങോട്ട് തുടങ്ങി. ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാതെ പണിയരുത്, ക്രമീകരിക്കേണ്ടത് ക്രമീകരിച്ചോണ്ടൊരു പണി അങ്ങോട്ട് തുടങ്ങി. മക്കളെ, ആർ യു റെഡി? അപ്പൊ എന്നാ സംഭവിച്ചത്? വാക്യം 34. 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. ഇനിയിപ്പോ എന്നാ പറയാനാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ പിന്നെ അവന്റെ ഫ്യൂച്ചർ എന്നാന്ന് ഇനി ആർക്ക് പറയാൻ പറ്റും?
പക്ഷേ മലയാളികളായ നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേളിൽ വന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് ഗിദെയോന്റെ മേളിൽ വന്നപ്പോഴാണ് പരാജിതൻ പരാക്രമശാലി ആയത്. ലിസൺ, യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേളിൽ വന്നപ്പോഴാണ് ദൈവം പറഞ്ഞ ദൂത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത്. നിങ്ങളുടെ കയ്യിൽ ഒരു സിം കാർഡ് ഇരിപ്പുണ്ടെന്ന് കരുതി ഇൻകമ്മിങ് ഔട്ട് ഗോയിങ്ങും വരത്തില്ല. നിങ്ങൾക്ക് കിട്ടിയ സിം കാർഡാണ് വാഗ്ദത്തം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവും. നിങ്ങൾക്ക് കിട്ടിയ സിം കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയ, അതിനകത്ത് നമ്പറുണ്ട്, അതിനകത്ത് 4G നെറ്റുണ്ട്, എല്ലാം ഈ സിം കാർഡിനകത്തുണ്ട്, വാഗ്ദത്തത്തിനകത്ത് സകലതും ഉണ്ട്. പക്ഷേ ഈ സിം കാർഡ് ഫോണിനകത്ത് കയറ്റിയിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അതിനകത്ത് ബെനിഫിറ്റ്സ് എല്ലാം ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ വാഗ്ദത്തം നമ്മുടെ മേളിൽ എപ്പോഴാണെന്നറിയാമോ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? പരിശുദ്ധാത്മാവ് അതിന്റെ മേളിൽ ഇറങ്ങി വരുമ്പോൾ. ഓക്കെ, അതുകൂടെ പറഞ്ഞേക്കാം. മറിയത്തോടൊരു ദൂത്, മറിയത്തോടുള്ള ദൂത് എന്തുവാ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, വിശുദ്ധ പ്രജ നിന്റെ അകത്ത് ഉത്ഭവിക്കും, ദൈവപുത്രനെ നീ പ്രസവിക്കും, അവന് യേശു എന്ന് വാഗ്ദത്തമാണോ? പക്ഷെ ആ വാഗ്ദത്തം നിറവേറാൻ എന്ത് നടന്നു? ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് അവളുടെ മേളിൽ വന്നു. പരിശുദ്ധാത്മാവ് അവളുടെ മേളിൽ വന്നതുകൊണ്ടാണ് ദൂതൻ പറഞ്ഞത് അവളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത്. വാവ്, ഹല്ലേലൂയ. യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അപ്പോൾ വന്നെന്ന നമുക്കെല്ലാവർക്കും കൂടെ തിരിച്ചു പോയിക്കേ. എപ്പോൾ? ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ പ്രതികരിച്ചപ്പോൾ, ദൈവത്തിന്റെ വിളിയെ ഉറപ്പിച്ചപ്പോൾ, 3 ദൈവത്തിന്റെ വിളിയിലേക്കും വാഗ്ദത്തത്തിലേക്കും എത്താൻ ജീവിതത്തെ ക്രമീകരിച്ചപ്പോൾ, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ബൈബിൾ പറയുന്നു അവൻ കാഹളം ഊതി. ഈ കാഹളം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയാം? ഇൻസ്ട്രുമെന്റ് ആണെന്നറിയാം. കാഹളം എവിടെ ഊതുന്നോ? ദാറ്റ്സ് എ വിക്ടറി. വിജയത്തിന്റെ സിംബോളിക് ടോൺ ആണ് കാഹളം. ഇസ്രായേൽ മകൻ ജോഷുവയുടെ നേതൃത്വത്തിൽ കാഹളം ഊതിയപ്പോൾ ജെറിക്കോ താഴേക്ക് താന്നുപോയി. ഇനി നമ്മൾ രാജാതി രാജാവും കർത്താതി കർത്താവുമായ ജയാളിയായ ഒരുവൻ വാനമേഘത്തിൽ വരും. ഏത് ടോണിലാണ് വരുന്നറിയോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. ഓക്കെ, കാഹളം എന്ന് പറയുന്നത് വിജയത്തിന്റെ ടോണാണ്, വിജയത്തിന്റെ ശബ്ദമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വിളിയുടെ മുമ്പിൽ പ്രതികരിക്കുന്ന, ദൈവത്തിന്റെ വിളിയിലേക്ക് എത്തുവാനായി അതിനെ ഉറപ്പിക്കുന്ന, ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വെളിപ്പെടുന്ന മൂമെന്റിൽ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ അധരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ പരാജയത്തിന്റെ വോയിസ് അല്ല, ജയത്തിന്റെ കാഹളം. ഇനി തകർച്ചയുടെ നിലവിളി അല്ല, ഇനി പരാജയത്തിന്റെ വാക്കുകളല്ല, ഇനി വഴക്കുകളല്ല, ഇനി പ്രതിസന്ധികളല്ല. എൻ്റെ വീട്ടിനകത്ത് ജയത്തിന്റെ കാഹളം, എൻ്റെ സഭയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജീവിതത്തിന്റെ മേളിൽ ജയത്തിന്റെ കാഹളം യേശുവിന്റെ